ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് പ്രത്യേക ദൗത്യ സംഘത്തിന് രൂപം നൽകി സുപ്രീം കോടതി. നാവികസേന മെഡിക്കൽ വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിലാണ് സംഘം. വിദഗ്ധ ഡോക്ടേഴ്സ് ദൗത്യ സംഘത്തിന്റെ ഭാഗമാകും. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് ദേശീയ പ്രോട്ടോകോൾ വേണമെന്നും കോടതി. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിന്റെ വീഴ്ചകൾ സുപ്രീം കോടതി എണ്ണി പറയുകയാണ്. FIR രജിസ്റ്റർ ചെയ്തതിലെ കാലതാമസവും പ്രിൻസിപ്പലിനെതിരായ നടപടികളിലെ പിഴവും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. കേസിന്റെ തൽസ്ഥിതി വിവരം മറ്റന്നാൾ അറിയിക്കണമെന്ന് CBIക്ക് കോടതി നിർദ്ദേശം നൽകി. R രാധാകൃഷ്ണൻ ചേരുന്നു സുപ്രീം കോടതി. ആർക്കെ ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഗൗരവത്തോടെ ഏറ്റവും തീക്ഷ്ണമായി തന്നെ കോടതി ഇടപെടുന്നു എന്ന് തന്നെ മനസ്സിലാക്കണ്ടേ? തീർച്ചയായിട്ടും ഹാഷ്മി. കാരണം കോടതിയുടെ വാക്കുകൾ അത്രമാത്രം ശക്തവും വ്യക്തവുമാണ്. കാരണം കോടതി പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർക്ക് എതിരെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ, ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ഭാഗത്തു നിന്നുള്ള അക്രമങ്ങൾ, ഇത് എല്ലാം നേരിടാനായിട്ട് അവരെ സഹായിക്കാൻ നിയമമില്ല അഥവാ നിയമ സംവിധാനങ്ങൾ അഭാവമാണ് എന്ന് കരുതുന്നെങ്കിൽ അങ്ങനെയല്ല, നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ, ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചു പറഞ്ഞാൽ, നിങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്, നിങ്ങൾ കർമ്മധീരരായി നിങ്ങളുടെ സേവനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കോടതി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ ഇനി പരിഗണിക്കാൻ ഇനി മറ്റൊരു സംഭവം ഇതേ രീതിയിൽ ഉണ്ടാകാനായിട്ടുള്ള കാത്തിരിപ്പ് ആവശ്യമാണോ എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിച്ചു. ഏറ്റവും ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും കോടതി വളരെ കൃത്യമായിട്ട് വിവരിച്ചുകൊണ്ടാണ് ആ നടപടികളിലേക്ക് കടന്നത്. ഇങ്ങനെയൊരു സ്വമേധയാ കേസ് എടുക്കാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചാണ് ആമുഖമായി സുപ്രീം കോടതി വിവരിച്ചത്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിക്കുണ്ടായ ഏറ്റവും ഗൗരവകരമെന്ന് വിലയിരുത്തേണ്ട സാഹചര്യം, ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇരയ്ക്ക് ലഭിക്കേണ്ട സാമാന്യ നീതി പല കോണുകളിൽ നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അത് ഒപ്പം ഈ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതൊന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇര വീണ്ടും ക്രൂശിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പ്രതിഷേധം ഉണ്ടാകുന്ന ഘട്ടത്തിൽ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചാൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ സർക്കാർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയാണ് കോടതി ഈ കേസ് സ്വമേധയാ എടുക്കാൻ തീരുമാനിച്ചത് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കോടതി ഓരോ കാര്യങ്ങളും ഈ കേസിന്റെ നാൾവഴികളിൽ ഇതുവരെ സംഭവിച്ചത് ഇഴകീറി പരിശോധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കോടതി ഏറ്റവും അടിസ്ഥാനമായിട്ട് നടത്തിയ നിരീക്ഷണം, ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്യാനായിട്ട് അസ്വാഭാവികമായിട്ടുള്ള കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ്. 8:45 ഈ സംഭവം ഉണ്ടായി ആ ദിവസം പുലർന്ന് 8:45 പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ഈ ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് കൈമാറുന്നു. പക്ഷേ FIR രജിസ്റ്റർ ചെയ്ത സമയം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയമ സംവിധാനം നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ഉചിതമല്ലാത്ത ഒരു വൈകലുണ്ടായി. 11:45 മാത്രമാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല, വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അതിനൊപ്പം തന്നെയാണ് ആ ഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം, എങ്ങനെയാണ് ആ പ്രിൻസിപ്പൽ ഉടനെ ഇത് ആത്മഹത്യയാണ് എന്ന് പറയുന്ന വിധത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നിരീക്ഷണം, സാധാരണഗതിയിൽ ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്നതല്ല, നടത്തേണ്ടതല്ല, നടത്തരുതാത്തതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ പ്രതികരണം ഉണ്ടാകുന്നു. അതിനു പിന്നിൽ എന്താണ് താല്പര്യം എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ്. സുപ്രീം കോടതി ആ വിഷയത്തെ പരിഗണിക്കുകയാണ്, എണ്ണി പറയുകയാണ് പിഴവുകൾ.